സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം. നഭകവംശവും ആ നഭകവംശത്തെ വർണ്ണിച്ചു വരുമ്പോൾ അതിൽ അംബരീഷൻ എന്ന ആ മഹാരാജാവിൻ്റെ ചരിത്രവുമാണ് ഈ 9-ാം അധ്യായം 4-ാം സ്കന്ധം മുതൽ 4-5 സ്കന്ധങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ശ്രീശുക ഉവാച നാഭാഗോ നഭകാപത്യം യം തതം ഭ്രാതരക്കവിം യവിഷ്ടം വ്യഭജന്തായം ബ്രഹ്മചാരിണമാഗതം. മനുപുത്രനായ നഭകന്റെ വംശത്തെക്കുറിച്ച് പറയുകയാണ്. ഈ നഭകന്റെ ഒടുവിലത്തെ പുത്രനായ കവി വളരെ കാലം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ഗുരുകുലത്തിൽ തന്നെ വസിക്കുകയും ഈ കവി ആയുഷ്കാലം മുഴുവനും നൈഷ്ഠിക ബ്രഹ്മചാരി ആയിരിക്കും എന്ന് കരുതി മറ്റ് ജ്യേഷ്ഠന്മാർ, മറ്റ് സഹോദരന്മാർ കവിക്ക് കൊടുക്കേണ്ടതായ സ്വത്ത് ഭാഗം ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും ഇത്ര എന്ന രീതിയിൽ ഭാഗിക്കുന്ന ആ വേളയിൽ കവിക്ക് ഒന്നും നീക്കി വച്ചിട്ടില്ല. ഉണ്ടായിരുന്നതെല്ലാം തന്നെ മറ്റുള്ളവർ ഭാഗിച്ചെടുത്തു. കുറെ കാലം കഴിഞ്ഞ് ആ ബ്രഹ്മചര്യത്തെ അവസാനിപ്പിച്ച് കവി മടങ്ങി വന്നു. തൻ്റെ ജ്യേഷ്ഠന്മാരോട് ഭാഗം ആവശ്യപ്പെട്ടു. അപ്പൊ അവർ പറഞ്ഞു, നിനക്ക് പിതാവിനെയാണ് ഭാഗമായിട്ട് വെച്ചിട്ടുള്ളത്. അത് കേട്ട കവി നേരെ അച്ഛൻ്റെ അടുത്ത് ചെന്നു, ആ നഭകന്റെ അടുത്ത് ചെന്നു. ഇങ്ങനെ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠന്മാർ എനിക്ക് ഭാഗമായിട്ട് തന്നിട്ടുള്ളത് അച്ഛനെയാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഭാഗിക്കത്തക്കതായ വസ്തുവാണോ ഞാൻ? നീ ഏതായാലും ഒരു കാര്യം ചെയ്യൂ. ഇവിടെ സമീപത്തായിട്ടൊരിടത്ത് ഒരു യാഗം നടക്കുന്നുണ്ട്. അതിൽ ആ ഋത്വിക്കുകൾക്ക് 6-ാമത് ദിവസം ആവർത്തിക്കേണ്ട മന്ത്രം, വേദമന്ത്രം ഏത് എന്നറിയാതെ അവർക്കൊരു പ്രയാസം നേരിടും. അപ്പൊ നിനക്കറിയുന്ന മന്ത്രങ്ങൾ, സൂക്തങ്ങളാണ് അത് നീ പറഞ്ഞു കൊടുക്കുക. അതിന്റെ ഫലമായിട്ട് നിനക്ക് ജീവിതത്തിൽ വേണ്ടതെല്ലാം വന്നു ചേരും, നന്മയുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് നഭകൻ തന്റെ പുത്രനെ, ഈ കവിയെ അനുഗ്രഹിച്ചു അയച്ചു. അച്ഛൻ പറഞ്ഞതുപോലെ ഈ കവി യാഗശാലയിലെത്തി. അവിടെ വെച്ച് 6-ാമത് ദിവസം ചില സംശയങ്ങൾ, സൂക്തങ്ങളെക്കുറിച്ച് അവർക്കുണ്ടായ സംശയങ്ങളൊക്കെ കവി തീർത്തു കൊടുത്തു. അങ്ങനെ യാഗം ഭംഗിയായി പൂർത്തിയാക്കി. യാഗം അവസാനിപ്പിച്ച് ഈ ഋത്വിക്കുകൾ മടങ്ങുമ്പോൾ അവശേഷിച്ചിരുന്നതായ എല്ലാ ദ്രവ്യവും, സമ്പത്ത്, സ്വർണം, പാത്രങ്ങളും ഒക്കെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമൊക്കെ നിർമ്മിച്ചതായ വിലമതിക്കാനാവാത്തതായ ആ ദ്രവ്യങ്ങളൊക്കെ തന്നെ ഈ കവിക്ക് നൽകി. അപ്പൊ അച്ഛന്റെ നിർദ്ദേശമനുസരിച്ച് കവി പ്രവർത്തിച്ചു. അത് തനിക്ക് കിട്ടിയതൊക്കെ, ആ സമ്പത്തിനെ, ആ സ്വർണം നിർമ്മിതമായ പാത്രങ്ങളും മറ്റ് ദ്രവ്യങ്ങളുമെല്ലാം ശേഖരിച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോവാൻ ഉദ്യമിക്കുമ്പോഴാണ് പെട്ടെന്ന് ശ്രീപരമേശ്വരൻ വല്ലാത്ത ഒരു രൂപം എന്നാണ്, കറുത്തിരുണ്ട ഒരു രൂപമാണ്. കവിക്ക് ആരെന്ന് മനസ്സിലായില്ല. തൻ്റെ മുൻപിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, യജ്ഞശിഷ്ടത്തിന് അവകാശി ഞാനാണ്. ഇനി നിനക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ അച്ഛനോട് ചോദിച്ചിട്ട് വരൂ. തനിക്ക് കിട്ടിയ ആ ദ്രവ്യങ്ങളെല്ലാം ഈ മുൻപിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് തന്നെ വെച്ചിട്ട് കവി മടങ്ങിച്ചെന്നു. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു.
ഇങ്ങനെയാണ് സംഭവിച്ചത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, നഭകൻ പറഞ്ഞു, നീ അനുഗ്രഹീതനാണ്, എൻ്റെ ഭാഗ്യമാണ്. യാഗം കഴിഞ്ഞാൽ യാഗശിഷ്ടം, യജ്ഞശിഷ്ടം ശ്രീരുദ്രനുള്ളതാണ്, അത് ആ ശ്രീരുദ്രന് നൽകിക്കോളൂ. അങ്ങനെ അച്ഛൻ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് കവി മടങ്ങി വന്നു. എല്ലാം ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് ശ്രീരുദ്രനെ നമസ്കരിച്ചു. അങ്ങ് പറഞ്ഞത് ശരിയാണ് എന്ന് എൻ്റെ അച്ഛനും അംഗീകരിച്ചു. ഞാൻ അപരാധം ചെയ്തുവെങ്കിൽ ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനാവട്ടെ അതെല്ലാം തന്നെ കവിക്ക് നൽകി. പരമാത്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് അവിടുന്ന് അന്തർധാനം ചെയ്തു. ഇപ്പൊ നഭകപുത്രനായിട്ടുള്ള കവി പിൽക്കാലത്ത് നാഭാഗൻ എന്നുകൂടി അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ശിവദർശനം ലഭിച്ചതായിട്ടുള്ള നാഭാഗന്റെ കഥ ഇവിടെ ഏതാനും ശ്ലോകങ്ങളിൽ കൂടി പറഞ്ഞ് അതിൻ്റെ ഒരു മാഹാത്മ്യം സൂചിപ്പിച്ചു. സന്ധ്യാസമയത്ത് ഈ കഥ സ്മരിച്ചു കഴിഞ്ഞാൽ കവിത്വവും മന്ത്രസിദ്ധിയും പരമഗതിയും ലഭിക്കും എന്ന് ഫലശ്രുതി കൂടി പറഞ്ഞു. ആ കവിയുടെ അഥവാ നാഭാഗന്റെ പുത്രനാണ് മഹാഭാഗവതനായിട്ടുള്ള അംബരീഷൻ. അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതിം മഹിം അവ്യയാം ച ശ്രിയം ലബ്ധ്വാ വിഭവം ചാതുലം ഭുവി. മഹാഭാഗവതനായിട്ടുള്ള അംബരീഷൻ നാഭാഗപുത്രനാണ്. സപ്തദ്വീപുകളുടെയും ചക്രവർത്തിയായിരുന്നു. അളവറ്റ സമ്പത്ത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എല്ലാ ഐശ്വര്യങ്ങളും ഒരുവന് വന്നു ചേരുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, ദുർലഭമാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അതിലൊന്നും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. പ്രാപ്തോ ഭാവം പരം വിശ്വം യേനേദം ലോഷ്ടവൽസ്മൃതം. ഭൗതികമായ സകല ഭോഗങ്ങളെയും മണ്ണാങ്കട്ട പോലെ അല്ലെങ്കിൽ നിസ്സാരമായതിനെ പോലെ ആണ് കണക്കാക്കിയിട്ടുള്ളൂ. അദ്ദേഹത്തിന് അതിലൊന്നും ഭ്രമമുണ്ടായിട്ടില്ല. ഇതൊക്കെ സ്വപ്നസമാനമാണ്, ക്ഷണഭംഗുരമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പൊ രാജ്യമോ സമ്പത്തോ ബന്ധുബലമോ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവാം. എന്നാൽ അനേക ജന്മ സുഹൃത വിശേഷം കൊണ്ടേ ഒരുവന് ഭൗതിക വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാവൂ. അങ്ങനെ വിരക്തി വന്നിട്ടുള്ള ആളായിരുന്നു അംബരീഷൻ. വാസുദേവേ ഭഗവതീ തൽ ഭക്തേശ്ച സാധുഷു പ്രാപ്തോ ഭാവം പരം വിശ്വം. പരമമായിട്ടുള്ള ഭക്തി, ഉത്കൃഷ്ടമായ ആ ഭഗവത് പ്രേമമുണ്ടായിരുന്നു. അംബരീഷന്റെ മനസ്സെപ്പോഴും ഭഗവത് പാദങ്ങളിലായിരുന്നു. സവൈമന കൃഷ്ണപദാരവിന്ദയോർവചാംസി വൈകുണ്ഠഗുണാനുവർണ്ണനെ കരൗ ഹരേർമന്ദിരമാർജനാദിഷു ശ്രുതിം ജകാരാച്യുതസൽക്കഥോദയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ തൽ ഭൃത്യഗാത്രസ്പർശേംഗസംഗമം ഘ്രാണം ജതൽ പാദസരോജസൗരഭേ ശ്രീമത്തുളസ്യാരസനാം തദർപ്പിതേ. മനസ്സിനെ കൃഷ്ണപാദങ്ങളിൽ മാത്രമായി നിലനിർത്തുകയും വ്യർത്ഥമായ മറ്റ് വാർത്താലാപങ്ങളൊന്നും ചെയ്യാതെ ആ ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നതിൽ, തിരുനാമങ്ങൾ ജപിക്കുന്നതിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. മറ്റുള്ളവർക്ക് സേവ ചെയ്യുക, ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക, അതിനായിട്ട് കൈകളെ ഉപയോഗിച്ചു. കാതുകളെ കൊണ്ട് ശ്രവണമിന്ദിരാരമണനിൻ കഥാശ്രവണം കൊണ്ടുതാൻ ഫലമണയണം. എപ്പോഴും ഭഗവത് കഥകളെ കേൾക്കണം എന്ന ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. കണ്ണുകൾ കൊണ്ട് ആ ഭഗവത് സ്വരൂപങ്ങളെ കാണുവാനും
സാധുക്കളെ കാണുവാനുമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. സംഘം എപ്പോഴും ഭക്തന്മാരുമായിട്ടാവണമെന്ന് അദ്ദേഹം മോഹിച്ചു. ഭഗവത് പാദങ്ങളിൽ അർച്ചിച്ചതായിട്ടുള്ള തുളസിയുടെ ഗന്ധമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പാദം കൊണ്ട് കാലുകളെ കൊണ്ട് ഭഗവാന് പ്രദക്ഷിണം ചെയ്യാനും ശിരസ് കൊണ്ട് ഭഗവത് പാദങ്ങളിൽ നമസ്കരിക്കാനും, ഇങ്ങനെ എപ്പോഴും ഭഗവത് ആരാധനയിൽ തൽപരനായിത്തീർന്ന അംബരീഷൻ അദ്ദേഹം ആ ഈശ്വരന് പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാന് സമർപ്പിച്ച ചന്ദനവും മാലയും പുഷ്പവും എല്ലാം പ്രസാദരൂപേണ ധരിക്കാൻ ആഗ്രഹിച്ച ആളാണ്. ഇത്തരത്തിൽ രാജർഷിയായിട്ടുള്ള അംബരീഷൻ നിരന്തരം ചെയ്യുന്നതെല്ലാം ഭഗവത് പ്രേമത്തെ വളർത്താൻ വേണ്ടിയിട്ട് ആയിരുന്നു. ചരാചരങ്ങളെല്ലാമായി വിളങ്ങുന്ന ആ ഈശ്വരനെ, സർവാത്മഭാവത്തെ ഉറപ്പിച്ചുകൊണ്ട് സർവകർമ്മങ്ങളുടെയും ഫലദാതാവ് ആ ഭഗവാൻ തന്നെയാണ്. ഇപ്പൊ സർവവ്യാപാരങ്ങളെയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കാലം കഴിച്ചത്. ഗുരുക്കന്മാർ നിർദ്ദേശിച്ചതുപോലെ ഭഗവത് പൂജയാണ് എന്ന ഭാവത്തിൽ രാജ്യം ഭരിച്ചു. ന്യായാർജിതമായിട്ടുള്ള ധനം അത് വേണ്ടുവോളം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. രാജോചിതങ്ങളായ യജ്ഞങ്ങളെ ധാരാളമായി ചെയ്തു. വസിഷ്ഠൻ, ഗൗതമൻ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാരെ വരിച്ചുകൊണ്ട് സരസ്വതീ നദിക്കരയിൽ വിപുലമായിട്ടുള്ള അനേകം അശ്വമേധാദി യാഗങ്ങളെ ചെയ്തു. ഇതെല്ലാം ഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഭഗവത് പ്രീത്യർത്ഥമായിരുന്നു എന്ന് പറയുകയാണ്. ഗൃഹേഷു താരേഷു സുതേഷു ബന്ധുഷു ദിവോത്തമസ്യന്തനവാജിപത്തിഷു അക്ഷയ്യരത്നാഭരണായുധാദിഷു അനന്തകോശേഷ്വകരോദസന്മതിം. വിഷയങ്ങളിലുള്ള ഒരു തരത്തിലുള്ള സംഘവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഗൃഹം, ഭാര്യാപുത്രാദികൾ, ബന്ധുക്കൾ, മറ്റെല്ലാം തന്നെ അക്ഷയമായിട്ടുള്ള ഐശ്വര്യങ്ങളെയെല്ലാം തന്നെ അത് തുച്ഛമാണ്, അസത്താണ് എന്ന് സ്പഷ്ടമായി ബോധിച്ചുകൊണ്ട് ഇത് അനുഭവിക്കുന്നതല്ല, അതിനു വേണ്ടിയിട്ടല്ല മനുഷ്യജന്മം. മനുഷ്യജന്മത്തിന് ലക്ഷ്യം ഭഗവത് ശരണാഗതി ചെയ്യലാണ് എന്ന ബോധ്യത്തോടുകൂടി വളരെ ശ്രദ്ധാഭക്തിയോടുകൂടിയിട്ടാണ് അദ്ദേഹം വർത്തിച്ചത്. ഭഗവാൻ ആ ഭക്തനോടുള്ള, അംബരീഷനോടുള്ള വാത്സല്യം കൊണ്ട് സുദർശനത്തെ തന്നെ അംബരീഷന്റെ രക്ഷയ്ക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ അംബരീഷൻ ഒരു സംവത്സരം തുടർച്ചയായി, ഒരു സംവത്സര പര്യന്തം ചെയ്യണമെന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടൊരു ദ്വാദശി വ്രതം ആരംഭിക്കുകയാണ്. ദശമി ദിവസത്തിൽ പകൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ഏകാദശി ദിവസം പൂർണ്ണമായിട്ടും നിരാഹാരവ്രതം, ശുദ്ധോപവാസം, ദ്വാദശി ദിനത്തിൽ പകൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെയായിരുന്നു ഈ ഒരു സംവത്സരക്കാലത്തെ അദ്ദേഹത്തിന്റെ ദ്വാദശി വ്രതം. അങ്ങനെ ഒരു വർഷം പൂർത്തിയായി. ആ പൂർത്തിയാകുന്ന മാസം കാർത്തിക മാസത്തിലെ ദ്വാദശിയാണ്. അന്ന് കാളിന്തിയിൽ സ്നാനം ചെയ്ത് മധുവനത്തിൽ പോയി ഭഗവത് ആരാധനയെല്ലാം ചെയ്തു. 16 ഉപചാരങ്ങളോടുകൂടിയിട്ട് പൂജയെല്ലാം ചെയ്തു. അനേകം സാധുക്കളെ പൂജിച്ചു, ധാരാളം ദാനം ചെയ്തു, കോടിക്കണക്കിന് പശുക്കളെയൊക്കെ ദാനം ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിഥികളായി വന്നവർക്കൊക്കെ മൃഷ്ടാന്നം, ഭോജനം കൊടുക്കുക,
അതുകൂടി കഴിഞ്ഞിട്ട് വേണം ഈ വ്രതം അവസാനിപ്പിക്കുവാൻ, പാരണ വീടുവാൻ. ആ സമയത്താണ് ഭഗവത് ഇച്ഛ, ഭഗവത് സങ്കല്പം തൻ്റെ ഭക്തന്റെ യശസ്സിനെ ലോകത്തിൽ എല്ലായിടത്തും പരത്തണം. അന്ന് ഭഗവത് സങ്കല്പമാണ് അവിടെ രുദ്രാംശമായിട്ടുള്ള, ശിവാംശമായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ ദുർവാസാവ് മഹർഷി അവിടേക്ക് അതിഥിയായിട്ട് എത്തിച്ചേർന്നു. അംബരീഷൻ വളരെ സന്തോഷത്തോടുകൂടി ദുർവാസാവിനെ സ്വീകരിച്ചു, അർഘ്യപാദ്യാദികളൊക്കെ ചെയ്തു. എന്നിട്ട് പ്രാർത്ഥിച്ചു അംബരീഷൻ, അല്ലയോ മഹാത്മാവേ, അല്ലയോ ദുർവാസസ് മഹർഷേ, അങ്ങ് ഇന്ന് ഇവിടെ എൻ്റെ അടുത്ത് നിന്ന് ഭിക്ഷ സ്വീകരിക്കണം. ശരി, അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. ദുർവാസസ് മധ്യാഹ്നികത്തിനായിട്ട് യമുനയിലേക്ക് പോയി. സാവധാനം അദ്ദേഹം ജലത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ജപം ആരംഭിച്ചു. അംബരീഷനാവട്ടെ ദുർവാസസ് മടങ്ങി വന്നിട്ട് വേണം പാരണ വീടാൻ എന്ന് കരുതി കാത്തു നിൽക്കുകയാണ്. പക്ഷേ സമയം അതിക്രമിക്കുന്നു. ദ്വാദശി തിഥി പൂർത്തിയാവാൻ ഇനി അരമുഹൂർത്തമേ ഉള്ളൂ. അതിനു മുൻപ് പാരണ കഴിക്കണം. മഹർഷിയെ കാണാനില്ല. അതിഥി പൂജ ചെയ്യുന്നതിന് മുൻപ് പാരണ വീടുന്നതും ധർമ്മമല്ല. അദ്ദേഹം ധർമ്മസങ്കടത്തിലായി. ഇനി എന്താണ് ഇതിന് ഒരു പോംവഴി എന്ന് സജ്ജനങ്ങളോടൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ശുദ്ധജലം മാത്രം പാനം ചെയ്തോളൂ. അങ്ങനെ ശുദ്ധജലം മാത്രം പാനം ചെയ്ത് ഭഗവാനെ, അച്യുതാനന്ദ ഗോവിന്ദ, അല്ലയോ അച്യുത, അവിടുന്ന് മാത്രമാണ് എനിക്ക് ആശ്രയം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പം ജലം പാനം ചെയ്തു. എന്നിട്ട് കാത്തു നിൽക്കുകയാണ്. നിത്യകർമ്മം കഴിഞ്ഞ് മടങ്ങി വരുന്ന മഹർഷി മനസ്സിലാക്കുകയാണ് അംബരീഷൻ പാരണ കഴിച്ചു. അപ്പൊ തന്നെ അതിഥിയായി സ്വീകരിച്ചിട്ട് തനിക്ക് ഭക്ഷണം തരുന്നതിന് മുൻപ് യജമാനനായിട്ടുള്ള അംബരീഷൻ കഴിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കോപം വന്ന ദുർവാസസ് അദ്ദേഹത്തിന്റെ വിശപ്പ് അദ്ദേഹത്തിന്റെ കോപത്തെ വർദ്ധിപ്പിക്കുന്നു എന്നാണ്. രാജാധമ, നിന്റെ ഐശ്വര്യമതം ഇത്രയ്ക്കായി എങ്കിൽ ചക്രവർത്തി എന്ന അഹങ്കരിക്കുന്ന നീ ഒട്ടും ഭക്തിയില്ലാത്തവനാണ്. ഒരിക്കലും ഒരു ഭക്തൻ ഇങ്ങനെ അന്യായം പ്രവർത്തിക്കില്ല. അതിഥിയായി വന്ന എനിക്ക് ഭിക്ഷ നൽകുന്നതിന് മുൻപ് നീ ആഹാരം കഴിച്ചില്ലേ, ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ജ്വലിക്കുന്നതായ കണ്ണുകളോടുകൂടി, കോപത്തോടുകൂടി തൻ്റെ ജിട അഴിച്ച് അതിൽ നിന്നും ഒരു മുടിയെടുത്ത് നിലത്തടിച്ചു. കാലാഗ്നിക്ക് സമമായിട്ടുള്ളൊരു കൃത്യകയെ സൃഷ്ടിച്ച് രാജാവിനെ നിഗ്രഹിക്കാനായിട്ട് അയക്കുകയാണ്. അങ്ങനെ കത്തിജ്വലിക്കുന്ന ആ ഒരു അഗ്നി, ആ ഒരു കൃത്യക അംബരീഷന്റെ നേരെ പാഞ്ഞു വരുമ്പോൾ രാജാവ് അത് ഭഗവത് സങ്കല്പമാണ് എന്ന് ധരിച്ചുകൊണ്ട് എന്താണോ ഈശ്വര ഇച്ഛ അത് നടക്കട്ടെ എന്ന ആ ഒരു പ്രാർത്ഥനയോടുകൂടി ലവലേശം ഭയമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. കൃത്യക രാജാവിനെ ബാധിക്കും, രാജാവിന്റെ കഥ കഴിക്കും എന്നായപ്പോഴേക്കും ആ സുദർശനമൂർത്തി പെട്ടെന്ന് അവിടെ ആവിർഭവിച്ചു, കൃത്യകയെ നശിപ്പിച്ചു. എന്നിട്ടാണ് ആ സുദർശനം മഹർഷിയുടെ നേരെ തിരിഞ്ഞു ദുർവാസാവിന്റെ നേരെ ചെല്ലാൻ തുടങ്ങി. അപ്രതീക്ഷിതമായിട്ട് വന്ന ഈ ആപത്ത് കണ്ടിട്ട് പെട്ടെന്ന് ദുർവാസാവ് തന്റെ സങ്കല്പം വിഫലമായി എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ തനിക്ക് തന്നെ അപകടമായി എന്ന് കണ്ട് പ്രാണരക്ഷാർത്ഥം അദ്ദേഹം ഓടാൻ തുടങ്ങി. സുദർശനം പിന്നാലെയുണ്ട്, എവിടെ പോയാലും സുദർശനം പിന്നാലെയുണ്ട്. അങ്ങനെയാണ് ബ്രഹ്മലോകത്തിലെത്തിയത്. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചത്. ബ്രഹ്മാവ് പറഞ്ഞു, ഞങ്ങളൊക്കെ ആ ഭഗവത് ദാസന്മാർ മാത്രമാണ്. ആ ഭഗവാൻ തരുന്നതല്ലാതെ സ്വന്തമായി എനിക്കൊരു ശക്തിയുമില്ല. അതുകൊണ്ട് അങ്ങേ സഹായിക്കാനാവില്ല. ശ്രീരുദ്രനെ ശരണം പ്രാപിച്ചു. ശിവാംശമാണ്, രുദ്രാംശമാണ് ദുർവാസാവ്. ഭഗവാനും മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: ബ്രഹ്മാവും ഞാനും സനകാദികളും വയം ചതാത പ്രഭവാമ ഭൂമിനി
യസ്മിൻ പരേണ്യേപ്യജ ജീവകോശ ഭവന്തി കാലേന ഭവന്തി ഹീദൃശ സഹസ്രശോ എത്ര വയം ഭ്രമാമ. സകലർക്കും, പ്രജാപതികൾക്കും സനകാദികൾക്കും ഒക്കെ തന്നെ ആ ഭഗവാന്റെ, ആ സർവനിയാമകനായിട്ടുള്ള ആ ഭഗവാന്റെ മായാബാധയ്ക്ക്, മഹാമായയ്ക്ക് അധീനരായിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ആ മായയെ പോലും ഞങ്ങൾക്ക് വേണ്ട വിധം അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ആ ശക്ര തേജസ്സിനെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല, അങ്ങ് ഇവിടുന്ന് പൊയ്ക്കോളൂ എന്നാണ്. പിന്നെ കൈലാസനാഥനും കൈവിട്ടതോടുകൂടി ദുർവാസസ് മഹർഷി വൈകുണ്ഠത്തിൽ ആ ഭഗവാന്റെ ശ്രീഹരിയുടെ പാദങ്ങളിൽ വന്നു വീണു. അജാനതാദേ ആഹ അച്യുതാനന്ദ സദീപ്സിത പ്രഭോ കൃതാകസമ്മാവഹി വിശ്വഭാവന അജാനതാദേ പരമാനുഭാവം കൃതം മയാഘം ഭവത പ്രിയാണാം. ഭഗവാനെ, ഞാൻ അവിടുത്തെ ആ ഭക്തനെ, അവിടുത്തെ മഹിമയെ ഓർക്കാതെ പ്രിയഭക്തനായ അംബരീഷനെ ഞാൻ ദ്രോഹിച്ചു. ഭഗവത് നാമത്തെ ഒരിക്കലെങ്കിലും ഉച്ചരിച്ചാൽ അതേ ക്ഷണത്തിൽ നരകത്തിൽ കിടക്കുന്ന മഹാപാപി പോലും മുക്തനായിത്തീരും. ഈ സംഗതി അറിയാമായിരുന്നിട്ടും ഞാൻ അവിടുത്തെ ഭക്തനെ ദ്രോഹിച്ചുവല്ലോ. എന്നെ വേണ്ടതുപോലെ ശിക്ഷിച്ചിട്ട് അനുഗ്രഹിച്ചാലും എന്നിങ്ങനെ പറയുന്ന ദുർവാസാവിന്റെ നേരെ ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് മറുപടി പറഞ്ഞു. ദുർവാസാവേ, ഞാനത്ര വലിയവനൊന്നുമല്ല. പരമാർത്ഥത്തിൽ എനിക്കും സ്വാതന്ത്ര്യമില്ല. സാധുക്കളായിട്ടുള്ള എൻ്റെ ഭക്തന്മാർ എന്നെ പൂർണ്ണമായി വശീകരിച്ച് സ്വാധീനപ്പെടുത്തിയിരിക്കുകയാണ്. അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവ ദ്വിജ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ആ ഭക്തന്മാരുടെ ദാസൻ മാത്രമാണ്, സേവകൻ മാത്രമാണ് ഞാൻ. ഭക്തദാസനായ ഞാൻ ഭക്തദ്രോഹിയായ അങ്ങ് താങ്കളെ ഞാൻ എങ്ങനെയാ സഹായിക്കുക? ഇനി മറ്റൊരു കാര്യം, അങ്ങയെപ്പോലുള്ള ബ്രാഹ്മണർക്ക്, താപസന്മാർക്ക് വിദ്യയുണ്ട്, തപസ്സുണ്ട്. പക്ഷേ വിനയമുള്ളവർക്കേ ശ്രേയസ് ഉണ്ടാവൂ. വിദ്യ കൊണ്ടോ തപസ്സുകൊണ്ടോ വിനയം ഉണ്ടായിട്ടില്ല എങ്കിൽ ദുർവിനീതനായ ഒരുവന് ഇതൊക്കെ വിപരീത ഫലം ചെയ്യും. അങ്ങ് നിരപരാധിയായിട്ടുള്ള പരമശാന്തനായ അംബരീഷനെ നശിപ്പിക്കുവാനല്ലേ പുറപ്പെട്ടത്? അംബരീഷൻ എൻ്റെ പ്രിയഭക്തനാണ്. അംബരീഷനെ പോലുള്ള ഏകാന്ത ഭക്തന്മാർക്ക് മറ്റൊന്നും ആഗ്രഹമില്ല. എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കണമെന്നുള്ളതല്ലാതെ അവർ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. അവർ ഐശ്വര്യമൊന്നും ആഗ്രഹിക്കുന്നില്ല. ദുർവാസാവേ, എൻ്റെ ഭക്തന്മാർ അവർ ഗൃഹപുത്രാദികളെയും സമ്പത്തിനെയും ബന്ധുക്കളെയും ഇഹപരസുഖങ്ങളെയെല്ലാം പരിത്യജിച്ചിട്ടാണ് എന്നെ ശരണം പ്രാപിച്ചത്. പിന്നെ ഞാൻ എങ്ങനെ അവരെ ഉപേക്ഷിക്കും? ഒരു പതിവ്രതാരത്നം ഉത്തമനായ തൻ്റെ ഭർത്താവിനെ, തൻ്റെ പതിയെ എപ്രകാരമാണോ വശീകരിച്ചിട്ടുള്ളത്, അതുപോലെ എൻ്റെ ഭക്തന്മാർ എന്നെ വശീകരിച്ചിരിക്കുകയാണ്. അവര് എന്നിൽ നിന്നും യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. സാലോക്യ, സാഷ്ടി, സാമീപ്യ, സായുജ്യ വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായ മുക്തിയും അവര് ആഗ്രഹിക്കുന്നില്ല. സാധുക്കൾ എൻ്റെ ഹൃദയവും ഞാൻ അവരുടെ ഹൃദയവുമാണ്. അതുകൊണ്ട് ഹേ ദുർവാസാവേ, അംബരീഷൻ ഞാൻ തന്നെയാണ്. അങ്ങ് അംബരീഷനിൽ ആഭിചാരപ്രയോഗം ചെയ്തത് എന്നോട് ചെയ്തതുപോലെ തന്നെയാണ്. ഇപ്പോൾ എന്നെ ശരണം പ്രാപിച്ച അങ്ങയെ ഉപേക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനൊരു ഉപായം പറയാം. വേഗം പോയിട്ട് അംബരീഷനെ ശരണം പ്രാപിക്കൂ. അംബരീഷന് മാത്രമേ അങ്ങയെ രക്ഷിക്കാൻ കഴിയൂ. തീർച്ചയായിട്ടും
ആ അംബരീഷന്റെ, ആ ഭക്തന്റെ ദാക്ഷിണ്യം കൊണ്ട് അങ്ങയുടെ സങ്കടം തീരും, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഭഗവാൻ ദുർവാസസിനെ അംബരീഷന്റെ അടുക്കിലേക്ക് മടക്കി അയച്ചു. ശ്രീശുക ഉവാച ഏവം ഭഗവതാദിഷ്ടോ ദുർവാസ ചക്രതാപിത അംബരീഷമുപാവൃത്യ തത്പാദൗ ദുഃഖിതോ ഗ്രഹീത്. ഭക്തദാസനായിട്ടുള്ള ഭഗവാന്റെ ഉപദേശം ഗ്രഹിച്ച് ദുർവാസസ് മഹർഷി വൈകുണ്ഠത്തിൽ നിന്നും പുറപ്പെടുകയാണ്. ആ സുദർശനം അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. ആ സുദർശന ചക്രത്തിൻ്റെ തീക്ഷ്ണത അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. വളരെയധികം പ്രാണവേദനയോടുകൂടി ദുർവാസസ് മഹർഷി അംബരീഷന്റെ അടുത്ത് തന്നെ ചെന്ന് അംബരീഷന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. അപ്പോൾ അംബരീഷനാവട്ടെ ഈ ഋഷിസത്തമനായിട്ടുള്ള ദുർവാസസ്, മഹാത്മാവായിട്ടുള്ള ദുർവാസസ് വെറും സാധാരണക്കാരനായിട്ടുള്ള തൻ്റെ പാദത്തെ സ്പർശിക്കുന്നുവല്ലോ. വളരെയധികം വേദന തോന്നി അംബരീഷന്. ലജ്ജയോടുകൂടിയിട്ടാണ് അംബരീഷൻ നിൽക്കുന്നത്. പ്രാണസങ്കടത്തിൽപ്പെട്ട ദുർവാസസിനോട് അംബരീഷനാവട്ടെ ആത്മാർത്ഥമായിട്ടുള്ളൊരു അനുകമ്പയും ഉണ്ടാവുകയാണ്. കാരണം ഇപ്പൊ താൻ നിമിത്തമാണ് ഇദ്ദേഹത്തിന് ഈ ക്ലേശം ഉണ്ടായത്, അനുഭവിക്കേണ്ടി വന്നത്. അതോർത്ത് അദ്ദേഹം ദുഃഖിക്കുകയാണ്. അങ്ങനെ സുദർശന ചക്രത്തെ പ്രസാദിപ്പിക്കണം, ആ സുദർശനമൂർത്തിയെ ശാന്തമാക്കണമെന്ന് നിശ്ചയിച്ച് ആ തൻ്റെ ആരാധനാമൂർത്തിയായിട്ടുള്ള ആ ഭഗവാനും ശ്രീഹരിയും ഈ സുദർശനവും രണ്ടല്ല എന്ന ആ ഒരു അഭേദഭാവത്തോടുകൂടി സ്തുതിക്കുകയാണ്. ത്വമഗ്നിർ ഭഗവാൻ സൂര്യ ത്വം സോമോ ജ്യോതിഷാംപതി ത്വമാപ ത്വം ക്ഷിതിർവ്യോമ വായുർമാത്രേന്ദ്രിയാണി ച. സുദർശന നമസ്തുഭ്യം സഹസ്രാര അച്യുതപ്രിയ സർവാസ്ത്രഘാതിൻ വിപ്രായ സ്വസ്തി ഭൂയായിടസ്പദേ. ത്വം ധർമ്മ സ്ത്വമൃതം സത്യം ത്വം യജ്ഞോ അഖിലയജ്ഞഭുക് ത്വം ലോകപാല സർവാത്മാ ത്വം തേജ പൗരുഷം പരം. അല്ലയോ സുദർശന സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ, അവിടുന്ന് അധർമ്മികൾക്ക് ധൂമകേതുവാണ്. എന്നാൽ അതേസമയം ധർമ്മസേതുവായ ആ സുദർശനമൂർത്തിയുടെ തേജസ് ഭക്തന്മാരുടെ ഹൃദയാന്ധകാരത്തെ നീക്കി ജ്ഞാനപ്രകാശത്തെ പ്രദാനം ചെയ്യുന്നതാണ്. സാധുരക്ഷയ്ക്കു വേണ്ടി ദുഷ്ടനാശത്തിനായിട്ടാണല്ലോ അവിടുത്തെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും സാധുക്കളെ ദ്രോഹിക്കാനല്ലല്ലോ. ഞാൻ നിമിത്തം ഈ മഹാത്മാവിന് ദുർവാസസിന് ഒരു ക്ലേശമുണ്ടായി. അത് അദ്ദേഹത്തിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അത് എൻ്റെ കുലത്തിന് തന്നെ ശാപമായി തീരും, ആ കുലത്തിൻ്റെ നാശത്തിന് കാരണമായിട്ട് തീരും. അതുകൊണ്ട് ഈ സാധുവിനെ രക്ഷിക്കുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹം തന്നെയാണ്. രാജ്യം ഭരിക്കുന്ന, തൻ്റെ പ്രജകളെ സംരക്ഷിക്കുന്ന ചക്രവർത്തി എന്ന നിലയിൽ ഞാൻ ദാനധർമ്മങ്ങളെ വേണ്ടതുപോലെ അനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ കുലം, എൻ്റെ പൂർവീകരും ഞാനും സജ്ജനങ്ങളെ, സാധുക്കളെ ഈശ്വരതുല്യമായി കരുതുന്നുവെങ്കിൽ സത്വം ജഗത്രാണ ഖലപ്രഹാണയെ നിരൂപിത സർവസഹോ ഗദാഭൃത.
വിപ്രസ്യ ചാസ്മൽ കുലദൈവഹേതവേ വിധേഹി ഭദ്രം തദനുഗ്രഹോഹിന. അവിടുന്ന് എന്നിൽ പ്രീതനാണ് എങ്കിൽ, എന്നിൽ സംപ്രീതനായി എങ്കിൽ ഈ സാധുവിൻ്റെ ദുർവാസസ് മഹർഷിയുടെ സങ്കട നിവൃത്തി ഉണ്ടാവട്ടെ എന്നിങ്ങനെ അംബരീഷൻ സ്തുതിക്കുകയും ഉടനെ തന്നെ ആ സുദർശനം ശാന്തമായി ഭവിച്ചു. മഹർഷിയുടെ ക്ലേശമെല്ലാം തീർന്നു, അദ്ദേഹത്തിന് ആശ്വാസമായി. ആ ദുർവാസസ് മഹർഷി അംബരീഷനെ അനുഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ്, അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ കൃതാകസോപിയത് രാജൻ മംഗളാനി സമീഹസേ. ദുഷ്കര കോനു സാധൂനാം ദുസ്ത്യജോ വാ മഹാത്മനാം യൈ സംഗൃഹീതോ ഭഗവാൻ സാത്വതാം ഋഷഭോഹരി. ഭക്തന്മാരുടെ അനന്തദാസന്മാരുടെ പ്രഭാവം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമായി, ഞാൻ പ്രത്യക്ഷമായി കണ്ടു. രാജാവേ, അങ്ങയെ ദ്രോഹിച്ച എനിക്ക് മംഗളം വരണമെന്നാണ് അങ്ങ് പ്രാർത്ഥിച്ചത്. അങ്ങയുടെ ആ ശുദ്ധമായിട്ടുള്ള ഭക്തി കൊണ്ട്, നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് ഭക്തരക്ഷകനായിട്ടുള്ള ആ ശ്രീഹരിയെ അങ്ങ് സ്വാധീനപ്പെടുത്തിയിരിക്കുന്നു. അങ്ങയെപ്പോലുള്ള സാധുക്കൾക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല, ഉപേക്ഷിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഭഗവത് നാമം ജപിച്ചാൽ തന്നെ, തിരുനാമശ്രവണം കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ശുദ്ധമാനസനായിട്ട് തീരും. ഭഗവത് ദാസന്മാർക്ക്, ഭക്തന്മാർക്ക് സാധിക്കേണ്ടതായിട്ടൊന്നും തന്നെ ശേഷിക്കുന്നില്ല. അല്ലയോ രാജാവേ, കൃപാനിധിയായിട്ടുള്ള അങ്ങ് ഞാൻ ചെയ്ത ദുഷ്കൃതം ഒട്ടും വകവയ്ക്കാതെ എൻ്റെ പ്രാണരക്ഷയെയാണ് ചെയ്തത്, എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഈ സുദർശനം ദുർവാസാവിൻ്റെ പിന്നാലെ എത്തി. അപ്പോൾ അംബരീഷന്റെ സമീപത്തു നിന്നും ദുർവാസസ് മഹർഷി പുറപ്പെട്ട് തിരികെ അവിടെ എത്താൻ ഒരു സംവത്സരം എടുത്തു. അത്രയും കാലം വേണ്ടി വന്നു എന്നാണ്. അത്രയും കാലം അംബരീഷൻ ജലപാനം മാത്രം ചെയ്തുകൊണ്ട് ആ മഹർഷിയെ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ മഹർഷിപാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചു. അദ്ദേഹത്തിന് ഭിക്ഷ നൽകി, മൃഷ്ടാന്നമായിട്ട് ആ ഭിക്ഷ നൽകി ഭുജിപ്പിച്ചു. സംതൃപ്തനായി തീർന്ന ദുർവാസസ് മഹർഷി പറയുകയാണ് അംബരീഷനോട്, രാജാ, തമകൃതാഹാര പ്രത്യാഗമനകാംക്ഷയാ ചരണാ ഉപസംഗൃഹ്യ പ്രസാദ്യ സമഭോജയൽ തൃപ്താത്മാ നൃപതിം പ്രാഹ ഭുജ്യതാമിതി സാദരം. പ്രീതോസ്മി അനുഗ്രഹീതോസ്മി തവ ഭാഗവതസ്യ വൈ ദർശനസ്പർശനാലാപൈർ ആതിഥ്യേന ആത്മമേധസ കർമാവതാതമേതൽത്തെ ഗായന്തി സ്വസ്ത്രിയോ മുഹു കീർത്തിം പരമപുണ്യാം ച കീർത്തയിഷ്യതി ഭൂരിയം. ദുർവാസസ് പറയുന്നു അംബരീഷനോട്, അങ്ങയുടെ പരിശുദ്ധ കൃത്യത്തെ ദേവന്മാർ പോലും പ്രകീർത്തിക്കും. ഇനി അങ്ങ് ആഹാരം കഴിച്ചാലും എന്നിങ്ങനെ അംബരീഷനെ പ്രശംസിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് സന്തുഷ്ടനായിട്ടാണ് ദുർവാസസ് ബ്രഹ്മലോകത്തിലേക്ക് പോയത്. ദുർവാസാവ് മഹർഷി ശിവാംശം തന്നെയാണ്. സാധാരണ ഇപ്പോൾ പുരാണ കഥകൾ കേൾക്കുമ്പോൾ
ദുർവാസസ് മഹർഷി കോപിഷ്ഠനാണ് എന്നും അതേപോലെ ശ്രീനാരദൻ കലഹപ്രിയനാണ് എന്നും ഒക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ അങ്ങനെ പറയുന്നവർ ആ യോഗീശ്വരന്മാരുടെ സർവജ്ഞത്വം, ലോകസംഗ്രഹ തൽപരത അതൊന്നും അറിയാതെയാണ് പറയുന്നത്. ഇപ്പൊ പ്രഥമ ദൃഷ്ടിയാ ശാപമാണെന്ന് തോന്നുമെങ്കിലും ഈ മഹാത്മാക്കളുടെയൊക്കെ ശാപത്തിൻ്റെ അന്തിമഫലം അനുഗ്രഹമാണ്, ലോകസംഗ്രഹമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദുർവാസസ് ഇത്രയുമൊക്കെ ചെയ്തിട്ടില്ല എങ്കിൽ അംബരീഷന്റെ ഉത്കൃഷ്ട ഭക്തിയും ആ ഭഗവത് വാത്സല്യം, ഭക്തവാത്സല്യവും ലോകം എങ്ങനെയാണ് അറിയുക? ഇവിടെ ഭഗവത് സങ്കല്പമാണ് മഹർഷിയിൽ കൂടിയിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ ഒരിക്കലും ദുർവാസസ് തനിക്ക് നേരിട്ട ഈ വ്യസനത്തെക്കുറിച്ച് അദ്ദേഹം ലജ്ജിച്ചിട്ടില്ല. നേരെ മറിച്ച് താൻ കോപിച്ചതും ആ അംബരീഷനെ ഭഗവാൻ രക്ഷിച്ചതും രാജാവിൻ്റെ മഹിമയും ഹരിഭക്തിയുടെ പ്രഭാവവും ലോകത്തെ അറിയിക്കുവാൻ അദ്ദേഹം സന്നദ്ധനായി. ഇപ്പൊ സർവേശ്വരന്റെ, ഉത്തമ ഭക്തന്റെയും സർവേശ്വരന്റെയും മഹിമയെപ്പറ്റി ലോകം മുഴുവനും പ്രചരിപ്പിക്കുകയാണ് ദുർവാസാവ് ചെയ്തത്. ദുർവാസസിനെ യാത്രയാക്കിയ ശേഷം അംബരീഷൻ ആ അതിഥി പൂജയെല്ലാം ചെയ്തതിൻ്റെ ശേഷിക്കുന്നതായ ആ അന്നം ആദരവോടുകൂടി കഴിച്ചു. ആ മഹർഷിക്ക് സങ്കടം നേരിടേണ്ടി വന്നതും ആ ഭഗവാൻ തന്നെ രക്ഷിച്ചതും താൻ നിമിത്തം മഹർഷിയുടെ സങ്കട നിവൃത്തി വന്നതും ഒക്കെ ചിന്തിച്ച് അദ്ദേഹം ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല. ഇതെല്ലാം ആ ശ്രീഹരിയുടെ അചിന്ത്യ പ്രഭാവമാണ് എന്ന് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ഭക്തിയോടുകൂടിയിട്ട് അദ്ദേഹം ഭഗവത് ആരാധന തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ധഃകരണം ശുദ്ധമായി. അദ്ദേഹം യാതൊന്നിനെയും പദവികളെ ആഗ്രഹിച്ചിട്ടില്ല, മറ്റ് രാജഭോഗങ്ങളെ ഒന്നും തന്നെ അദ്ദേഹം കാക്ഷിച്ചിട്ടില്ല. കാലം എത്തിയതോടുകൂടി രാജ്യഭാരം പുത്രന്മാരെ ഏൽപ്പിച്ച് എല്ലാം ത്യജിച്ച് ഏകാന്തത്തിലിരുന്നു കൊണ്ട് ആ ശ്രീഹരിയെ ഏകാഗ്രമായിട്ട് ഭജിച്ച് പ്രാരബ്ധ അവസാനത്തിൽ തൻ്റെ പ്രിയഭക്തനെ ആ ഭഗവാൻ സംസാരമുക്തനാക്കി തൻ്റെ ചരണങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഈയൊരു കഥ, അംബരീഷന്റെ ആഖ്യാനം, നാം പാടുന്നതും കേൾക്കുന്നതും നമുക്കും ശരിയായ രീതിയിൽ ആ ഭക്തി നമ്മളിൽ ജനിക്കുവാൻ, ആ ഭക്തി നമ്മളിൽ പ്രവർത്തിക്കുവാൻ ഇടയാക്കും എന്ന് ഫലശ്രുതിയെ പറഞ്ഞുകൊണ്ട് ആ ശ്രീമദ് ഭാഗവതം 9ാം സ്കന്ധം 5ാം അധ്യായം അംബരീഷചരിതം ഇവിടെ സമർപ്പിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.